വ്യത്യസ്ത ക്രൈസ്തവ വിഭാഗങ്ങൾക്കായി മൂന്നാറിലും പീരുമേട്ടിലും ചീന്തല്ലാറിലും 3 പള്ളികൾ ബ്രിട്ടീഷുകാർ പണി നൽകി. 1952 ചീന്തല്ലാറിൽ ഇവിടെ ഈ പള്ളി സ്ഥാപിക്കുന്നത്. സെയിൻറ്റ് ആൻഡ്രൂസ് CSI ചർച്ച്. സമയം രാവിലെ 9 മണി കഴിഞ്ഞിരിക്കുന്നു. ഈ നോക്കത്താ ദൂരത്തോളം നീണ്ടു കിടക്കുന്ന തേയിലത്തോട്ടങ്ങളുടെ നടുവിലാണ് പള്ളി. പക്ഷേ പള്ളി കാണണമെങ്കിൽ തൊട്ടടുത്തെത്തണം. നമ്മൾ വരുന്ന വഴി കണ്ടില്ലേ, ചുറ്റും കോടമഞ്ഞാണ്. ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ സമയം 9 മണി കഴിഞ്ഞെന്ന്? ആസ്വിൻവാൾ കമ്പനിയുടെ ചുമതലക്കാരനായ JM വിൽക്കി, അതായത് വിൽക്കി സാഹിബാണ് 1952 ഫെബ്രുവരി 15 പള്ളി നിർമ്മിച്ചു നൽകുന്നത്. അതിനുശേഷം യാക്കോബായ, അതുപോലെ തന്നെ മാർത്തോമ, CSI വിഭാഗങ്ങൾ എല്ലാ ഞായറാഴ്ചയും മാറി മാറി ഇടവേളയിട്ട് പ്രാർത്ഥനയും കാര്യങ്ങളും നടത്തി വന്നു. എന്നാൽ തുടർന്ന് ഈ 3 വിഭാഗങ്ങളും മറ്റു പള്ളികൾ നിർമ്മിച്ചു നൽകിയപ്പോൾ അവർ ഇങ്ങോട്ട് വരാതായി. തുടർന്ന് ഈ പള്ളിയിൽ പ്രാർത്ഥനാ കാര്യങ്ങൾ നടക്കാതെ വന്നു. അതോടുകൂടി തന്നെ കാട് മൂടി പിടിച്ചു. പിന്നെ ഈ പള്ളിയെ നാട്ടുകാർ വിളിച്ചത് ഡ്രാക്കുള പള്ളി എന്നാണ്. മാർച്ച് 27 നമ്മൾ മലയാളികളെല്ലാം കാത്തിരിക്കുന്ന ദിവസം. ലൂസിഫർ 2, അതെ, എമ്പുരാൻ്റെ റിലീസിംഗ് തീയതി. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ലൂസിഫർ എന്ന ഒറ്റ സിനിമ കൊണ്ട് ഹിറ്റായ ഒരു പ്രദേശമുണ്ട് ഇങ്ങ് വാഗമണ്ണിൽ. ചാർലിയിലൂടെ മീശപ്പുലിവരെ ഹിറ്റായെങ്കിൽ ലൂസിഫറിലൂടെ ഹിറ്റായതാണ് സെയിൻറ്റ് ആൻഡ്രൂസ് CSI ചർച്ച്. ലൂസിഫറിൽ ലാലേട്ടൻ സ്റ്റീഫൻ നെടുമ്പള്ളിയായി, മഞ്ജു വാര്യർ പ്രിയദർശിനിയായി. ഇവർ രണ്ടാളും പ്രധാന ഒരു കോംബോ സീൻ നടക്കുന്നത് ഈ ലൊക്കേഷനിലാണ്. അതോടുകൂടി തന്നെയാണ് ഈ പള്ളിയുടെ റേഞ്ച് ആകെ മാറി എന്ന് പറയാം. ലൂസിഫർ ചിത്രത്തിൻ്റെ നിർമ്മാതാവായ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ ആശീർവാദ് സിനിമാസാണ് ഈ പള്ളി വീണ്ടും പുതുക്കി പണി നൽകിയത്. ഏകദേശം 8 ലക്ഷം രൂപ മുതൽ മുടക്കിലായിരുന്നു പള്ളിയുടെ നിർമ്മാണം. ഉപ്പുതറ ഏലപ്പാറ റൂട്ടിൽ ചീന്തല്ലാർ പുതുക്കട 2ാം ഡിവിഷനിലാണ് CSI പള്ളി. നിലവിൽ ഈ മാസങ്ങളിൽ, അതായത് ഡിസംബർ മാസത്തിലെ ഇവിടുത്തെ ഭംഗി അത് പറഞ്ഞറിയിക്കാൻ സാധിക്കുകയില്ല. നേരം വെളുത്താലും ഇവിടെ നേരം വെളുക്കില്ല എന്നാണ് വസ്തുത. കാരണം മൊത്തം കോടമഞ്ഞാണ്. ഇപ്പോൾ സമയം ഏകദേശം 11 മണി കഴിഞ്ഞപ്പോഴാണ് ഒരു സൂര്യവെളിച്ചം ഈ പള്ളിയിലെത്തുന്നത്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.